സമയം രാത്രി 1 മണി. സ്ഥലം കൊച്ചി സിറ്റി. 28-കാരനായ അർജുൻ മേനോൻ ഒറ്റയ്ക്ക് ആ വഴിയിലൂടെ നടന്നു വരികയായിരുന്നു. ഉയരവും മെലിഞ്ഞതുമായുള്ള ശരീരപ്രകൃതം. അയാൾ ഇരുണ്ട ഷേഡുകളുള്ള കണ്ണടയും ഇടത് കൈയിൽ ഒരു ചൂരലും വലത് കൈയിൽ ഒരു ഉയർന്ന നിലവാരമുള്ള ഓഡിയോ റെക്കോർഡറും പിടിച്ചിരുന്നു. മിക്കവർക്കും അന്ധതയൊരു പരിമിതിയായിരുന്നു. എന്നാൽ അർജുൻ അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അയാൾ തൻ്റെ കയ്യിലുള്ള റെക്കോർഡർ അമർത്തി. പെട്ടെന്ന് അത് സംഭവിച്ചു. ആരൊക്കെ ചേർന്ന് ഒരാളെ മർദ്ദിക്കുന്നതായി അർജുൻ തോന്നി. ആ തെളിവുകൾ ഉപയോഗിച്ച് എന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നെ കൊന്നാലും സത്യം പുറത്തു വരും. ഒരു വെടിയച്ച. പിന്നെ ധൃതിയിൽ ആരോ ഓടുന്ന കാലടി ശബ്ദം. പൂർത്തിയായി വിക്രം സാർ, നമ്മുടെ ജോലി കഴിഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോൾ അർജുന്റെ ശ്വാസം നിലച്ചു. അവന്റെ കൈ വിറച്ചു. അവൻ റെക്കോർഡിംഗ് നിർത്തി പതിയെ പിന്നോട്ട് പോയി. പിറ്റേന്ന് രാവിലെ അർജുൻ താൻ റെക്കോർഡ് ചെയ്ത ശബ്ദം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. അതെ, അതൊരു കൊലപാതകമായിരുന്നു. വൃത്തിയുള്ളതും ആസൂത്രിതവും പ്രൊഫഷണലുമായ കൊലപാതകം. റെക്കോർഡ് കേൾക്കുന്നതിനിടയിൽ ഒരു പേര് അർജുൻ ശ്രദ്ധിച്ചു: വിക്രം. എന്നാൽ ഒരു കൊലപാതകത്തിന് സാക്ഷി വഹിച്ചതായി ഒരു അന്ധൻ അവകാശപ്പെടുന്നത് ആരാണ് വിശ്വസിക്കുക? അവൻ തൻ്റെ ഏക സുഹൃത്തായ സിദ്ദിഖിനോട് കാര്യം പറഞ്ഞു. സിദ്ദിഖ്, ഞാനൊരു കൊലപാതകം റെക്കോർഡ് ചെയ്തതായി തോന്നുന്നു എനിക്ക്. റെക്കോർഡ് സിദ്ദിഖ് ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അർജുൻ, നമ്മളിത് പോലീസിൽ അറിയിക്കണം. പക്ഷെ ഞാനൊന്നും കണ്ടില്ല സിദ്ദിഖ്, അർജുൻ മറുപടി പറഞ്ഞു. അതേസമയം വേറൊരിടത്ത് ACP മീര നായർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പത്രപ്രവർത്തകനായ രാഹുൽ വർമ്മയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം ഓഡിയോ ഫയലിനൊപ്പം ഒരു അജ്ഞാത ഇമെയിൽ മീരയ്ക്ക് ലഭിച്ചു. മീര അത് പ്ലേ ചെയ്തു. അതെ, മിസ്സിംഗ് ആയ രാഹുലിൻ്റെ ശബ്ദം. പിന്നെ ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ. പിന്നെ ഒരു വെടിവെപ്പ്. അതിൽ വിക്രം സർ എന്നുള്ള വിളിയാണ് മീര കൂടുതൽ ശ്രദ്ധിച്ചത്. അതേസമയം അർജുൻ തൻ്റെ റൂമിലിരുന്ന് വാർത്തകൾ TV-യിൽ കേൾക്കുന്നതിനിടയിൽ തന്നെ ആരോ നിരീക്ഷിക്കുന്നതായി അയാൾക്ക് തോന്നി. തൻ്റെ ജനാലയ്ക്ക് പുറത്ത് ആരുടെയോ നേരിയ ശ്വാസം അയാൾ കേട്ടു. രാത്രിയിൽ അടച്ചിട്ട വാതിലിൻ്റെ വിള്ളലുകളിലൂടെ സിഗരറ്റിൻ്റെ പുക മണക്കുന്നുണ്ടായിരുന്നു. വാതിലിന് പുറത്തു നിന്നവരിൽ നിന്ന് മൃദുവായ ഒരു മന്ത്രിപ്പ് അർജുൻ കേട്ടു. അവൻ അന്ധനാണ്, എളുപ്പമായിരിക്കണം കാര്യങ്ങൾ. പക്ഷേ അർജുൻ പരിഭ്രാന്തനായില്ല. അവൻ പതുക്കെ വാതിലിൻ്റെ സൈഡിൽ ശബ്ദമുണ്ടാക്കാതെ മാറി നിന്നു. പെട്ടെന്ന് രാത്രിയിൽ പുറത്തുകൂടി പോകുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ട് പുറത്തു നിന്നിരുന്ന കൊലയാളികൾ ഇരുട്ടിന്റെ മറവിലെങ്ങോ ഓടി മറഞ്ഞു. അവർ പോയി എന്ന് ഉറപ്പാക്കുന്നതുവരെ അർജുൻ ആ മുറിയിൽ മണിക്കൂറുകളോളം മിണ്ടാതെയിരുന്നു. പിറ്റേന്ന് രാവിലെ ACP മീര അർജുനെ കണ്ടെത്തി. മീര അർജുനോട് പറഞ്ഞു, അർജുൻ, നീ കുറ്റകൃത്യം കേട്ടു. അത് നിന്നെ സാക്ഷിയാക്കുന്നു. ഒരുപക്ഷെ നീ ഈ കേസിൽ ഒരേ ഒരു സാക്ഷിയായിരിക്കാം, അവൾ അർജുനോട് പറഞ്ഞു. അർജുൻ മുഴുവൻ റെക്കോർഡിങ്ങും മീരയ്ക്ക് കൈമാറി. പക്ഷേ മീരയ്ക്ക് ഒരു മുന്നറിയിപ്പ് അർജുനോടുണ്ടായിരുന്നു. അർജുൻ, നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഓഡിയോ ഫയൽ വിക്രമിന്റെ നെറ്റ്വർക്കിലേക്ക് ചോർത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളിൻ. അർജുൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അർജുൻ ഉറപ്പായിരുന്നു അത് സിദ്ദിഖാണെന്ന്. തൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെ ഉറ്റിക്കൊടുത്തിരിക്കുന്നു. പിറ്റേ ദിവസം അർജുൻ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ നടിച്ച് അവൻ സിദ്ദിഖിനെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു. സിദ്ദിഖ്, നമുക്ക് ആ ഫയൽ ഇല്ലാതാക്കാം. അതെന്നെ പരിഭ്രാന്തനാക്കുന്നു. സിദ്ദിഖ് പരിഭ്രാന്തിയോടെ പുഞ്ചിരിച്ചു, തലയാട്ടി. സ്റ്റുഡിയോയുടെ ചുറ്റും മൈക്രോഫോണുകൾ, വീഡിയോ ഫീഡുകൾ, ACP മീരയുടെ ടീമുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബാക്കപ്പ് സ്ട്രീം എന്നിവ സിദ്ദിഖ് അറിയാതെ മീരയും അർജുനും സെറ്റാക്കി വെച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ പോലീസ് തിരയുന്ന വിക്രം അകത്തേക്ക് വന്നു. ആ അന്ധപ്രതിഭ എവിടെ? വിക്രം അട്ടഹസിച്ച് ചോദിച്ചു. ഇത് കേട്ട് സിദ്ദിഖ് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? നമുക്കിവനെ തീർക്കണ്ടേ സിദ്ദിഖ്? അർജുൻ നിശബ്ദനായിരുന്നു. തൻ്റെ റെക്കോർഡർ ഉപയോഗിച്ച് തപ്പിത്തടയുന്നതായി നടിച്ചു. പെട്ടെന്നായിരുന്നില്ല. സ്പീക്കറുകളിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദമുയർന്നു. സൈറനുകൾ, നിലവിളികൾ, പോലീസ് റേഡിയോ സംഭാഷണങ്ങൾ. ഇത് കേട്ട് വിക്രവും സിദ്ദിഖും പരിഭ്രാന്തരായി. ഇതിനിടയിൽ വിക്രം അറിയാതെ വിളിച്ചു പറഞ്ഞു, ഞാൻ അവനെ കൊന്നു, രാഹുൽ. അതെ, അവൻ മരിക്കേണ്ടവനാണ്. പെട്ടെന്ന് സിദ്ദിഖ് വിക്രത്തിന്റെ വാ പൊത്തിപ്പിടിച്ചു. വിക്രം, താൻ എന്ത് മണ്ടത്തരമാണോ ഈ പറയുന്നത്? ഇത് ട്രാപ്പാണ് വിക്രം. പെട്ടെന്ന് മീര വാതിൽ ചവിട്ടി തുറന്നു. കുറ്റസമ്മതത്തിന് നന്ദി വിക്രം, അവൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. പത്രപ്രവർത്തകന്റെ കൊലപാതകത്തിൽ മന്ത്രിയുടെ സഹായി അറസ്റ്റിലായി. അതെ, വിക്രം മന്ത്രിയുടെ സഹായിയായിരുന്നു. എന്നാൽ യഥാർത്ഥ സാക്ഷിയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അർജുൻ ഒളിവിൽ തുടർന്നു.
അദ്ദേഹത്തിൻ്റെ പേര് ടിവിയിൽ നിന്ന് ഒഴിവാക്കി. ഒരു അഭിമുഖത്തിൽ ഒരു റിപ്പോർട്ടർ മീരയോട് ചോദിച്ചു, കേസ് വിജയിക്കാൻ ആരാണ് നിങ്ങളെ സഹായിച്ചത്? അവൾ പുഞ്ചിരിയോടെ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, നീതിക്ക് കണ്ണുകളുണ്ട്. അത് അന്ധമായിരിക്കുമ്പോഴും അയാൾ ഒരിക്കലും കൊലയാളിയെ കണ്ടിട്ടില്ല. അവൻ ഒരിക്കലും രക്തം കണ്ടിട്ടില്ല. പക്ഷേ അവൻ സത്യം കേട്ടു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അർജുൻ പഴയ റെക്കോർഡിംഗ് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അർജുനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം കേൾക്കാനിടയായി. എല്ലാം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. ഇനി നീ ഉണ്ടാകരുത് അർജുൻ. അർജുൻ ഞെട്ടി നിശബ്ദമായിരുന്നു. അത് മീരയുടെ ശബ്ദം പോലെ അവന് തോന്നി. അർജുൻ്റെ മനസ്സിൽ കൂടി പല ആലോചനകളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത് മീരയുടെ ശബ്ദം തന്നെയാണോ? എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും എൻ്റെ റെക്കോർഡർ ആക്സസ് ചെയ്ത് മീരയുടെ ശബ്ദം ഉപയോഗിച്ചതാണെങ്കിലോ? അതോ മീര വിക്രത്തിൻ്റെയും സിദ്ദിഖിൻ്റെയും കൂട്ടത്തിലുള്ള ആൾ തന്നെയാണോ?